ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട റോസ്റ്റാണ്. ആദ്യമായിട്ട് ഒരു കോഴിമുട്ട എടുത്ത് പുഴുങ്ങി അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞ് ഒന്ന് വരഞ്ഞ് 4 സൈഡും വരഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി നുറുക്കിയത്, വേപ്പില, 2 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത്. ഇനി നമ്മൾ ഒരു പാൻ അടപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, പിന്നെ നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. ഒരു 10 സെക്കൻഡ് അത് നല്ലപോലെ ഇളക്കിയ ശേഷം നമ്മൾ വേപ്പിലയും സവാളയും ഒരല്പം ഉപ്പും കൂടി അതിലേക്ക് ചേർക്കുക. സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു അര തക്കാളി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലപോലെ വെന്ത് വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുക. ഈ സമയത്ത് നമ്മൾ തീ ലോ ഫ്ലെയിമിൽ വെക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതോടൊപ്പം മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ ചേർക്കുന്നു. ഒരല്പം നാരങ്ങ നീരും കൂടി ചേർക്കുക. ഇവയെല്ലാം നല്ലപോലെ ഇളക്കിയ ശേഷം 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുക. അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. എല്ലാം നല്ലപോലെ വെന്ത ശേഷം നമ്മൾ നേരത്തെ വരഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കുമ്പോൾ മുട്ട ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കുക. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിങ്ങനെ കുറച്ച് നേരം മൂടി വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് മൂടി വെച്ച ശേഷം എടുത്താൽ ആ ഒരു മുട്ടയ്ക്കും അതിൻ്റെ ഫ്ലേവർ വരും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.